അല്ല, വന്ദനേച്ചി എന്താ വീട് ഓഫീസാക്കുവാണോ? എന്തു ഫയലാ നോക്കുന്നേ? അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല, ഓഫീസിലെ സാധാ ഫയലാ. വിക്രമോനെ, മോൻ വന്നെന്ന് വർഷ പറഞ്ഞായിരുന്നു. വന്ദന എന്താ മോനോട് സംസാരിച്ചോ? അല്ല, അത് എന്റെ ബിസിനസ് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയുമായിരുന്നു. പിന്നെ ഏത് കാര്യം ചോദിച്ചറിയാനുള്ള ചേച്ചിയുടെ താല്പര്യം ഒന്ന് വേറെ തന്നെ. അതിനെ അറിയേണ്ടതാണെങ്കിലും അറിയേണ്ട കാര്യമല്ലെങ്കിലും അവക്ക് ശരി തന്നെ. പക്ഷേ അവളുടെ തലയിലെഴുത്ത് ശരിയല്ല മോനെ. നിന്റെ കമ്പനിയില് അവൾക്കൊരു ജോലി കൊടുത്തൂടെ? അല്ല, അവൾക്കിപ്പോ വക്കീലാപ്പീസിൽ ജോലി ഉണ്ടല്ലോ അമ്മേ. ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉള്ള വക്കീല. മാന്യമായ ശമ്പളവും വക്കീല് കൊടുക്കുന്നുണ്ട്. പിന്നെന്തിനാ വിക്രമിനെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ചേച്ചിക്ക് തൂപ്പുപണിയും പിയൂൺ പണിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ചേച്ചിക്ക് വേണ്ടി പുതിയൊരു പോസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് റിസ്ക് ആണ്. എന്നാ വന്ദന തൽക്കാലം വക്കീലാഫീസിലെ പണി തന്നെ നോക്കട്ടെ മോനെ. പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരാളെ പുതിയതായി നിയമിക്കുന്നതും ഒക്കെ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യമല്ലേ? അമ്മ ബിസിനസിന്റെ ഉള്ളുകളികളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നല്ലോ. ഗുഡ്. അല്ലെങ്കിലും മാധവനും ചന്ദ്രികയൊക്കെ അഭിമാനികളാ. പക്ഷെ അത് ദുരഭിമാനമാണെന്ന് ഞാൻ പറയും. സ്വന്തം മരുമോന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അത്ര വലിയ ദുരഭിമാനമൊന്നുമല്ല. അമ്മേ, അയലത്തെ വീട്ടിലൊരു ചോറുണ്ട്, അത് ഇല്ലാതാക്കരുതെന്ന പഴമൊഴി അമ്മ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, ആ പഴമൊഴി ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാനൊക്കെ മിടിക്കുക അമ്മയാ. അതൊന്നും വേണ്ട, അത് വേണ്ട. നീ തന്നെ അങ്ങ് വിശദീകരിച്ചാ മതി. അയൽവക്കത്തൊരു ചോറുണ്ട്, അത് ഇല്ലാതാക്കരുത് എന്ന പഴമൊഴി. അയലത്തെ വീട്ടിൽ ചെന്നാ ചോറ് കിട്ടും എന്ന് കരുതി എന്നും അയലത്തെ വീട്ടിൽ ചോറ് കഴിക്കാൻ പോകുന്നത് ശരിയാണോ? ശരിയല്ല. അയൽക്കാർ ഉണ്ണാൻ ക്ഷണിക്കുമ്പോഴൊക്കെ ഇപ്പൊ വേണ്ട പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഉണ്ണാതെ പോകുമ്പോ അവനോട് അയൽക്കാർക്ക് വലിയ മതിപ്പുണ്ടാവും. അയൽക്കാരന്റെ മതിപ്പും അയൽവക്കത്തെ ചോറും എന്ന് നിലനിൽക്കുകയും ചെയ്യും. എന്താമേ, ഞാൻ വിശദീകരിച്ചത് ശരിയായോ? ശരിയായി, ശരിയായി. പഴഞ്ചൊല്ലിലെ ഗുണപാഠം മനസ്സിലാക്കിയ എനിക്കും തൃപ്തിയായി. തീർന്നില്ല. അയൽവക്കത്തെ ചോറിന്റെ കാര്യം പറഞ്ഞ പോലെ വന്ദനയ്ക്ക് ഇപ്പൊ ജോലി വേണ്ട പിന്നെ സ്വീകരിച്ചോളാം എന്ന നിലപാടെടുക്കും തോറും വിക്രമിന് ഞങ്ങളോടുള്ള മതിപ്പും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിക്രം വന്ദനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന ജോലിയുടെ ഒഴിവ് അവിടെ നിന്ന് നിലനിൽക്കുകയും ചെയ്യും. ആഹാ, വാട്ട് എ കമ്പാരിസൺ. പഠിക്കുന്നെങ്കിൽ എല്ലാവരും മുത്തശ്ശിയുടെയും അച്ഛന്റെയും പഴഞ്ചൊല്ല് പഠിക്കണം. ജീവിതത്തിൽ മുന്നേറാനുള്ള ചവിട്ടുപടിയല്ലേ അത്? കൺഗ്രാറ്റുലേഷൻസ് അച്ഛാ. അച്ഛനും അമ്മയ്ക്കും ചില സ്വപ്നങ്ങളൊക്കെ ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. വൈകാതെ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. ഊണ് കഴിക്കാറായി. അമ്മേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഊണ് കഴിക്കേണ്ട സമയമായിട്ടും ഏട്ടന് വിശപ്പില്ലേ? അച്ഛന്റെ പഴഞ്ചൊല്ല് വിശദീകരണം കേട്ടപ്പോ വിശപ്പൊക്കെ പമ്പ് കിടന്നു. എന്നാലും സുചിത്രച്ചയുടെ രുചിക്കൂട്ടുകൾ ഉപേക്ഷിക്കാനും ആവുന്നില്ല. ആരാ ഇത്?
കുടുംബത്തില് പുതിയൊരു അംഗം കൂടി വരാൻ പോകുന്ന സന്തോഷം നമുക്ക് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ച് ആസ്വദിക്കാം. ആ? വാ വാ വാ. വാ മോനെ ആ വരാം. വാ. ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വന്ദന ചേച്ചി പഠിച്ചുകൊണ്ടിരുന്ന ഫയല് മുറിയിലുകൊണ്ട് ഭദ്രമായിട്ട് വെച്ച് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓഫീസിലിരിക്കേണ്ട ഫയല് വീട്ടിൽ കൊണ്ടുവരുന്നത് അത്ര ശരിയായ പ്രവണതയല്ല. ബൈ ചാൻസിൽ ഫയൽ എങ്ങാനും മിസ്സായാൽ വക്കീലിനോട് സമാധാനം പറയണ്ടേ വന്ദന ചേച്ചി? കൊണ്ടുവരുന്ന ഫയല് മിസ്സാകാതെ സൂക്ഷിക്കാനുള്ള ഓർമ്മശക്തിയൊക്കെ എനിക്കുണ്ട്. മാത്രല്ല ആ ഫയൽ ഞാൻ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞു. സമാധാനം പറയാനും പറയിപ്പിക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. വെരി ഗുഡ്. അപ്പൊ ഇനി ഭക്ഷണം കഴിക്കാം. കറികളൊക്കെ നന്നായോ മോനെ? കൊള്ളാം. നന്നായെന്നോ? കറികളൊക്കെ സൂപ്പർ. 5 സ്റ്റാർ ഹോട്ടലിലെ വിഭവങ്ങളൊക്കെ വന്ന് സുചിത്ര വെച്ച് നമിച്ചു പോകും. അത്രയ്ക്ക് സൂപ്പർ. അങ്ങനെ ക്രെഡിറ്റ് എല്ലാം സുചിത്രയ്ക്ക് കൊടുക്കാൻ വരട്ടെ. ചന്ദ്രികയാണ് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത്. അവളിൽ നിന്ന് സുചിത്ര പാചകം പഠിച്ചത്. അതുകൊണ്ട് ഒരു 50% ക്രെഡിറ്റ് ചന്ദ്രികയ്ക്ക് കിട്ടണം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന്റെ റെക്കമെൻഡേഷൻ അല്ലേ മോനെ? സർട്ടിഫിക്കറ്റിന്റെ പകുതി കീറി ചന്ദ്രികയ്ക്ക് അങ്ങ് കൊടുത്തേക്ക്. എനിക്കങ്ങനെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. എന്റെ മരുമകള് നല്ലൊരു പാചകക്കാരിയാണെന്ന് കേൾക്കുന്നതാ എനിക്ക് അഭിമാനം. ഇത്രയും നല്ലൊരു ലേഡി ഷെഫ് ഉണ്ടെന്ന് അറിഞ്ഞ വൻകിയുടെ ഹോട്ടലുകാരെ ഒന്ന് പൊക്കിക്കൊണ്ടുപോകും. മാസത്തെ ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും ശമ്പളം കിട്ടും. കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ വേറെയും. അത്രക്കങ്ങ് തള്ളി മറിക്കല്ലേ വിക്രം. ഏട്ടത് മിക്കാറും ടെറസിൽ പോയി ഇടിച്ചു നിൽക്കും. പിന്നെ എല്ലാരും കൂടെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. നീ പോടാ അസൂയക്കാരൻ. ഏട്ടൻ വെറുതെ കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ട. ഏട്ടത്തേക്ക് 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുമെന്ന് പ്രകാശേട്ടൻ അറിഞ്ഞ സ്ഥിതി എന്താവോന്ന് ഊഹിക്കാനേ വയ്യ. പ്രകാശേട്ടൻ ഏടത്തെ കൊണ്ടുപോയി വൻകിട ഹോട്ടലിന്റെ അടുക്കളയിൽ എത്തിച്ചിരിക്കും. ആ അതെ, അതാ നടക്കാൻ പോകുന്നത്. വയസ്സുകാലത്ത് സഹായിക്കാൻ ആളില്ലാതെ അമ്മ പെടാപ്പാട് പെടേണ്ടി വരും. അങ്ങനെ വിഷമിക്കണ്ട. ചേച്ചി ഹോട്ടലിലെ ഷെഫായിട്ട് പോയി കഴിഞ്ഞാ അമ്മയെ സഹായിക്കാൻ ഞാൻ അടുക്കള കയറിയിരിക്കും. എന്നാ പിന്നെ ഇവിടെ ഭക്ഷ്യവിഷബാധ ഉറപ്പാ. അല്ല, നമ്മളൊക്കെ കോമഡി ആസ്വദിക്കുമ്പോഴും വന്ദന ചേച്ചി മൂഡൌട്ടാ. പാവം വന്ദന ചേച്ചി. എല്ലാവരും ചേർന്ന് വന്ദന ചേച്ചിയെ ജാതകദോഷത്തിന് ബലിയാടാക്കിയല്ലോ.
ചേച്ചി അങ്ങനെ വിട്ടാ പറ്റില്ല. വൈകാതെ നല്ലൊരു ചെറുപ്പക്കാരനുമായി ചേച്ചിയുടെ വിവാഹം നടത്തണം. എന്റെ മേൽനോട്ടത്തിൽ എന്റെ ചെലവില് ഞാനത് നടത്തിയിരിക്കും. അത് കഴിഞ്ഞ് എന്റെ അമ്മായി അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ആ മണിമാളികയും നമ്മൾ പണിയും. പോരെ? വന്ദനമ്മേനെ കല്യാണം ദിയമോൾക്കും കാണണോ അങ്കിളെ? മതി, നിർത്ത്. സന്മനസ്സിന് നന്ദിയുണ്ട്. എന്റെ വിവാഹം നടത്താൻ അച്ഛനും അമ്മയും ഉണ്ട്. അഥവാ എന്റെ വിവാഹം നടക്കുന്നെങ്കിൽ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ ചെലവിൽ നടക്കുന്ന വിവാഹം മതി എനിക്ക്. ഒരപേക്ഷയുണ്ട്. എന്റെ അനുജത്തി വർഷയുടെ ജീവിതം അത് ചന്ദ്രികെ, മോളെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ല അച്ഛാ, അന്ധവിശ്വാസത്തിന്റെ ബലിയാടായി നിരാശ മൂത്ത ചേച്ചി ഇന്ന് മറ്റേതൊരു ലോകത്താണ്. വിവാഹം അത് മാത്രമേ ഉള്ളൊരു പരിഹാരം. അത് നമുക്ക് വൈകാതെ നടത്തണം. അതേ ഉള്ളൂ ഇതിന് ഏക പരിഹാരം. പരിശോധിക്കുന്ന ഫയല് വി ഫാർമയുടേതാണെന്ന് വിക്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓഫീസിലെ ഫയല് വീട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതല്ല എന്നൊരു കുത്തുവാക്ക് അയാൾ പറഞ്ഞത് അതുകൊണ്ട്. ഉറപ്പായിട്ടും അയാള് വക്കീലിനെ വിളിച്ച് പറയും. വക്കീൽ ഓഫീസിലെത്തി ഫയൽ നോക്കുന്നതിന് മുൻപ് എനിക്ക് ഓഫീസിലെത്തണം. ഈ ഫയൽ ഇരുന്നിടത്ത് തന്നെ വെക്കണം. എന്റെ അമ്മ. മോനെ മാധവ, ഇപ്പൊ എനിക്ക് ജീവിതത്തിലുണ്ടല്ലോ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതെന്താ? അത് പിന്നെ വർഷ പെണ്ണ് ചോദിച്ചോണ്ട് വിക്രം ഈ വീട്ടിൽ വന്നപ്പോ തന്നെ എനിക്കൊരു ശുഭലക്ഷണമൊക്കെ തോന്നിയതാ. ഇന്ന് വിക്രമിന്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ അത് അസ്ഥാനത്തല്ലെന്ന് എനിക്ക് ബോധ്യമായി. അമ്മ പറഞ്ഞത് ശരിയാ. കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം ചെലവിൽ കിടപ്പാടം വീണ്ടെടുത്തു കൊടുക്കുന്നവനാ വിക്രം. ഇന്ന് നമുക്കിടയിലിരുന്ന് വിക്രം പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ സ്വപ്നവും അവനെ യാഥാർത്ഥ്യമാക്കുന്നു. നമ്മുടെ സ്വപ്നത്തിലുള്ള നമ്മുടെ വീട് വിക്രം യാഥാർത്ഥ്യമാക്കും മാധവേട്ട. ചന്ദ്രു, വീടെന്ന സ്വപ്നം നമ്മുടേത് മാത്രമാണ്. നമ്മുടെ അധ്വാന ഫലം കൊണ്ട് മാത്രമായിരിക്കണം ആ വീട് പൂർത്തിയാക്കേണ്ടത്. അതിന് അന്യന്റെ പണത്തെ ആശ്രയിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശരി, യോജിക്കണ്ട. വന്ദനയുടെ വിവാഹം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് വിക്രം പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് വിക്രം പറഞ്ഞു കേട്ടപ്പോ ഞാനും ചന്ദ്രിയൊക്കെ ആശ്വസിച്ചു. പക്ഷെ ആകാശം ഇടിഞ്ഞു വീണാലും വന്ദന അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മുടെ ചെലവിൽ വിവാഹം നടത്താൻ തയ്യാറായാലും അവള് വഴങ്ങാൻ പോകുന്നില്ല. കാരണം അവളുടെ മുമ്പിൽ ദിയമോളുണ്ട്.
ഇനി ദിയമോളുടെ ജീവിതം അത് മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. വന്ദനയുടെ ഭാവി അതെന്നും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും. അടുത്ത വീട്ടില് പുല്ല് വളരുന്നത് കണ്ട് പശുവിനെ വളർത്തരുത്. മോളെന്താ ഉദ്ദേശിക്കുന്നേ? മരുമകന്റെ പണം കൊണ്ട് ഭാര്യ വീട്ടുകാര് സ്വന്തം വീട് പണിയാമെന്ന് മോഹിക്കരുത്. ഈ പറഞ്ഞ സത്യം എന്റെ വിവാഹകാര്യത്തിലും ബാധകമാണ്. ഒരു ഓട്ടോ പോലും കാണുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണം. എന്റെ കയ്യിലിരിക്കുന്ന ഫയല് വിക്രം കണ്ടിട്ടുണ്ട്. അയാളത് വക്കീലിനോട് വിളിച്ച് പറയും. വക്കീലിന് ഓഫീസിലെത്തുന്നതിന് മുൻപായി എനിക്ക് ഈ ഫയല് സ്റ്റോർ റൂമിൽ എത്തിക്കണം. ദേവി, എന്താ ഒരു മാർഗം? വന്ദന, ഹലോ വന്ദന, എന്താ ഇവിടെ? ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ? അല്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഇതുവഴി പോയപ്പോ വന്ദനെ കണ്ടു, നിർത്തി, അത്രയേ ഉള്ളൂ. ആണോ? നിർത്തിയല്ലേ? എങ്കിലേ ഇനി പൊയ്ക്കോ. അല്ല, വന്ദന എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ തൊഴുത്ത് പറയാം. ഞാൻ അല്പം ടെൻഷനില്ല. ദയവ് ചെയ്ത് ഒന്ന് പോയി തരൂ. എന്താ ടെൻഷൻ എന്ന് പറ. ഈ ജഗനെ മാറ്റാൻ കഴിയുന്ന ടെൻഷൻ ആണെങ്കിൽ ഞാൻ മാറ്റിത്തരാം. എനിക്ക് ഒരു 100,000 ടെൻഷൻ കാണും. അതൊക്കെ മാറ്റിത്തരാൻ പറ്റുമോ? എല്ലാം പറ്റിയെന്ന് വരത്തില്ല. എങ്കിലും എന്നാൽ കഴിയുന്ന ടെൻഷനാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം. എങ്കിലേ എന്റെ ടെൻഷൻ ഇപ്പൊ നിങ്ങളാ. സമയവും കാലവും നോക്കാതെ എന്നോട് വന്ന് സംസാരിക്കുന്നു. ഓക്കെ, അത് മാത്രമാണോ? എങ്കിൽ ഞാൻ പോവാം. സന്തോഷം. ഒരു ഓട്ടോയും കാണുന്നില്ലല്ലോ. അല്ല, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്താ? അല്ല, വന്ദനയുടെ നിപ്പ് കണ്ടിട്ട് ഇപ്പോ എങ്ങോട്ടോ അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. മനസ്സിൽ മറ്റൊന്നും വിചാരിക്കണ്ട, വണ്ടിയിലോട്ട് കയറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, കയറ്. എന്നോട് കടുത്ത വെറുപ്പാണെന്ന് എനിക്കറിയാം. എന്റെ ദേഹത്ത് സ്പർശിക്കാതെ 10 അടി വേണ്ട, 100 അടി അകലം ഇട്ടിരുന്നാ മതി. വെറുതെ വെറുപ്പ് നശിപ്പിക്കണ്ട. ഈശ്വര, ഈ വൃത്തിയേട്ടൻ്റെ കൂടെ പോയിട്ട് ഗതികേടാണല്ലോ. ഏതായാലും വൈകാൻ പാടില്ല. കേറ്. ഇവിടെ വണ്ടിയൊന്നും വരില്ല. ഓട്ടോയൊക്കെ മിന്നൽ പണി കൊടുക്കാണെന്ന് തോന്നുന്നു. ശരി, എനിക്ക് ഓഫീസിൽ വരെ പോണം. അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ? വണ്ടി വേഗത്തിൽ പോണം. ഓക്കെ. ഗട്ടറിലോ കുഴിയിലോ ഹമ്പിലോ ഇറക്കിയിട്ട് ദേഹത്തെ സ്പർശിക്കാൻ ഇടവരരുത്. ഇല്ലെന്നേ. തോടിൽ കാണുന്ന കുഴിയിലോ കട്ടറിലോ ഹമ്പിലോ എന്റെ ഈ ബൈക്ക് ഇറക്കലുന്നത് ഈ ജഗൻ ഈശ്വരൻ സാക്ഷിയായിട്ട് സത്യം ചെയ്യുന്നു. അസത്യം അസത്യം സത്യം. നീയൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ
ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂളും കേറിക്കോ. പാസുരേ എന്നും നീ എൻ